അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ നമ്മൾ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ തവാഫ് അവിടെ നിർത്തിവെച്ച് ജവാബ് കൊടുക്കുകയാണോ വേണ്ടത്, അതല്ല തവാഫ് തുടർന്നുകൊണ്ട് നമ്മൾ ആ തവാഫിൻ്റെ നടത്തത്തിൻ്റെ ഇടയിൽ ജവാബ് അങ്ങനെ കൊടുത്ത് തവാഫ് കണ്ടിന്യൂ ചെയ്യുകയാണോ വേണ്ടത്? സാധാരണ ഇപ്പോൾ നമ്മൾ ഖുർആനൊക്കെ ഓതുകയാണെങ്കിൽ ഓത്ത് നിർത്തി ജവാബ് ചൊല്ലണം എന്നല്ലേ ഉള്ളത്. അപ്പോൾ ഈ തവാഫിൻ്റെ ഇടയിൽ വാങ്ക് വിളിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഇമാമികൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ബാങ്കിനിക്ക് ജവാബ് കൊടുക്കൽ, മറുപടി കൊടുക്കൽ സുന്നത്താണ്. എന്നാൽ ചില പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്ന സമയത്ത് അത് നിർത്തിവെച്ചുകൊണ്ട് ജവാബ് കൊടുക്കാൻ വേണ്ടി പറയും. അതിൽപ്പെട്ടതാണ് ഖുർആൻ പാരായണം, ദിക്ർ, ഹൽക്കയിലൊക്കെ നമ്മൾ ഇരിക്കുകയാണ്, അല്ല ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, അങ്ങനത്തെയുള്ള പ്രവർത്തനങ്ങളിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ ഖുർആനോത്ത്, ആ ദിക്റൊക്കെ നിർത്തി വെച്ചിട്ട് നമ്മൾ ബാങ്കിനിക്ക് ജവാബ് കൊടുക്കണം. എന്നാൽ തവാഫിൽ എങ്ങനെയാണ് എന്നുള്ളത്, തവാഫ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാങ്ക് കൊടുത്തു, അപ്പോൾ ആ തവാഫ് നിർത്തി വെക്കണോ? അതല്ല തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളതിന് ജവാബ് കൊടുക്കണോ? എങ്ങനെയാണ് എന്നുള്ളത്. തവാഫിൻ്റെ വിഷയത്തിൽ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ മറുപടി കൊടുക്കൽ അത് സുന്നത്താണ്, അത് തവാഫിനിക്ക് ബാധിക്കൂല. അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതും മഹാനായ ഇമാം മാവർദി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹാവിൽ കബീർ എന്ന് പറയുന്ന കിതാബിലൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ഇമാം മുസ്നി റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖ്തസറുൽ മുസ്നി, അതിനൊക്കെ മാവർദി റളിയല്ലാഹു അൻഹു ഷറഹുണ്ടാക്കി 19 വാള്യത്തിൽ ഹാവിൽ കബീർ എന്ന പേരിൽ അറിയപ്പെടുന്ന ലോകപ്രശസ്ത കിതാബാണല്ലോ ഹാവിൽ കബീർ. അതിൻ്റെ 2ാം വാള്യം, ഇതിൻ്റെ 52ാമത്തെ പേജിലായിട്ട് ഈ വിഷയം പറയുന്നുണ്ട്. ബാങ്ക് അദാൻ്റെ ബാങ്ക് ഇക്കാമത്തിൻ്റെ ബാബിൽ നോക്കിയാൽ കിട്ടും. വലോ കാന ഫി തവാഫിൻ കാലഹു വഹുവ അലാ തവാഫിഹി. ഉണ്ടോ, ഒരാൾ തവാഫിലായിരിക്കെയാണ് ബാങ്ക് കേൾക്കുന്നത്, ബാങ്ക് കൊടുത്തത്. അപ്പം അങ്ങനെയാകുമ്പോൾ ആ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തവാഫ് മുറിക്കണ്ട, തവാഫ് നിർത്തി വെക്കണ്ട, ആ തവാഫിൽ നിന്നുകൊണ്ട് തന്നെ ബാങ്കിനിക്ക് ജവാബ് കൊടുക്കട്ടെ. അതിന് ഇല്ലത്ത് ഈ റീസൺ പറഞ്ഞതാ, കാരണം പറഞ്ഞെന്താ? ലി അന്ന തവാഫ ലാ യംനഉ മിനൽ കലാമി. ഈ തവാഫിൽ സംസാരത്തെ വിലക്കപ്പെട്ടിട്ടില്ലല്ലോ. അപ്പോൾ തവാഫ് ചെയ്യുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല, ഒന്നും സംസാരിക്കാൻ പാടില്ല, അങ്ങനെ ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് തവാഫ് മുറിയ അല്ലെങ്കിൽ വാത്തില അങ്ങനെയൊന്നുമില്ല. അവിടെ തവാഫിൽ സംസാരം വിലക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ആയതുകൊണ്ട് തന്നെ തവാഫിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ബാങ്കിനിക്ക് ജവാബ് കൊടുക്കാൻ പറ്റും എന്നുള്ളത് മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് അവിടുത്തെ നിഹായത്തുൽ മുഹ്താജിലും ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിഹായത്തുൽ മുഹ്താജിൻ്റെ 1ാം വാള്യം ഇതിൻ്റെ 264ാമത്തെ പേജിൽ ഔ ഫി തവാഫിൻ അജാബഹു ഫീഹി. ഉണ്ടോ, തവാഫിലായിക്കൊണ്ട് തന്നെ ബാങ്കിനിക്ക് മറുപടി കൊടുക്കട്ടെ. കമാ കാലഹുൽ മാവർദിയു, ഇമാം മാവർദിയൊക്കെ അങ്ങനെയാണ് പറഞ്ഞത് എന്നാണ് ഇപ്പോൾ നമ്മൾ വായിച്ച ഹാവിൽ കബീർ ഇബാറത്ത്. അപ്പോൾ നമ്മൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിർത്തി വെച്ചുകൊണ്ട് ജവാബ് കൊടുക്കാൻ വേണ്ടി പറയുമ്പം അങ്ങനെ ഇല്ല തവാഫിൽ എന്ന് ഒന്നും കൂടെ വ്യക്തമാക്കിക്കൊണ്ട് തന്നെ മഹാനായ ഖത്തീബ് ഷർബീനി റഹിമഹുല്ല അവിടുത്തെ മേനി മുത്താജിൽ കൂടി പറയുമ്പം അത് വളരെ വിശാലമായിട്ടങ്ങ് മനസ്സിലാകും. ഇതിൻ്റെ 1ാം വാള്യം, മേനി മുത്താജിൻ്റെ 1ാം വാള്യത്തിൻ്റെ 355ാമത്തെ പേജിലുണ്ടോ, വൈദാ കാന സാമിഉ അവിൽ മുസ്തമിഉ. ബാങ്ക് കേൾക്കുക എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കും, അതല്ലാത്ത രൂപത്തിൽ അങ്ങനെയും കേൾവി ഉണ്ടാകും. ഇപ്പം കേൾവി പല രൂപത്തിലാണല്ലോ. അപ്പം എങ്ങനെയുള്ള ആളുകളാണെങ്കിലും ഫി ഖിറാഅത്തിൻ, അവർ ഏത് പ്രവർത്തനത്തില ഔ ദിക്റിൻ, ഒന്നിരിക്കലും ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, അങ്ങനത്തെ ആളുകളാണ് ഈ ബാങ്ക് കേൾക്കുന്നതെങ്കിൽ ഉസ്തുഹിബ്ബ ലഹു, അവർക്കൊക്കെ സുന്നത്ത് എന്താ? അയ്യഖ്തഉഹുമാ, ആ പ്രവർത്തനം നിർത്തിവെക്കണം. ഖുർആനാണെങ്കിൽ അത്, ദിക്റാണെങ്കിൽ അത് നിർത്തി വെച്ചുകൊണ്ട് യുജീബ, അതിനക്ക് മറുപടി കൊടുക്കണം, അതാണ് സുന്നത്ത്. എന്നാൽ ഔഫി തവാഫിൻ, തവാഫിലാണെങ്കിലോ അജാബ ഫീഹി, തവാഫിലായിക്കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ആ ബാങ്കിനിക്ക് മറുപടി കൊടുക്കുക, തവാഫ് നിർത്തി വെക്കൊന്നും വേണ്ട. കമാ കാലഹുൽ മാവർദിയു, ഇമാം മാവർദി അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇമാം മാവർദി തങ്ങളെ ഈ പറയുന്ന ഉദ്ധരിച്ചുകൊണ്ട് എല്ലാ പണ്ഡിതന്മാരും പറയുന്നത്
ഇത് തന്നെയാണ് ഖാത്തുമുൽ മുഹഖ്ഖീൻ ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു അൻഹു അവിടുത്തെ മൻഹജുൽ ഖവീമിലും പറയുന്നത്. തുഹ്ഫയിൽ കണ്ടില്ല പറഞ്ഞതായിട്ട്. ഏതായാലും മൻഹജുൽ ഖവീമിൽ ഇബ്നു ഹജർ ഹൈത്തമി തങ്ങൾ തന്നെ തവാഫിൽ ഇങ്ങനെ ബാങ്കിലേക്ക് ജവാബ് കൊടുക്കൽ ഇങ്ങനെ കൊടുക്കൽ സുന്നത്ത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും ആകത്തുക പറയുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കിനിക്ക് ജവാബ് കൊടുക്കുക എന്ന് പറയുമ്പോൾ തവാഫിലാണെങ്കിലും ഈ പറയുന്ന ബാങ്കിനിക്ക് ജവാബുണ്ട്, സുന്നത്തുണ്ട്. അത് തവാഫിലായിക്കൊണ്ട് തന്നെ തവാഫ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ബാങ്കിനിക്ക് ജവാബ് കൊടുക്കാം. അതുകൊണ്ട് തവാഫിനിക്കും യാതൊന്നും ബാധിക്കൂല, ബാങ്കിനിക്കും ഒരു പ്രശ്നമില്ല, അങ്ങനെ തന്നെ ചെയ്യാം. ഇപ്പം രണ്ടിൻ്റെയും കൂലിയായിട്ട് തന്നെ നമുക്ക് കയറി വരും എന്നർത്ഥം കേട്ടോ.